7 വർഷമായി നമ്മൾ അതിജീവിതം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് WCC ഉണ്ടായത്. അവളോടൊപ്പം നിൽക്കാനാണ് WCC ഉണ്ടായത്. രാജിവെക്കേണ്ടവർ രാജിവെക്കട്ടെ, കുറ്റാരോപിതരായുള്ള ആളുകൾ രാജിവെക്കട്ടെ. ചിലപ്പോൾ ഇതേ സംഘം തന്നെ വീണ്ടും വരുമായിരിക്കും. ഇത് ചിലപ്പോൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവായിരിക്കും. ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അവർ ചെയ്തത്. അതൊരു ഭയങ്കര ഒരു പേടിച്ചോടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രേവതി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 വർഷം അവളത് വെച്ചിട്ട് ആ പെയിനിലൂടെ കടന്നു പോയിട്ട് അവൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. അവരുടെ മെൻ്റൽ ട്രോമയ്ക്കൊപ്പം നിൽക്കാൻ അവർക്ക് ആരാ കൂടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് പരിചയമുള്ള 1-2 പേരേ ഉണ്ടാവുള്ളൂ. പരിചയമില്ലാത്തവരാ വലിയൊരു പങ്കുണ്ട് WCCയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്താൽ പിന്നെ അടുത്ത തവണ എനിക്ക് വർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് പലരും പലതും പറയില്ല. താങ്ക്ഫുള്ളി ഒരു ഫെമിനിസ്റ്റ് ലോയേഴ്സ് ടീം അവരിവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡോൺ പാലത്തറയുടെ ഫാമിലി എന്നുള്ള പടം ഞാൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കൃത്യമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും, എനിക്ക് തോന്നുന്നു എല്ലാ മെമ്പേഴ്സിനും, അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനും പ്രോപ്പർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ദ ക്യൂവിനോടൊപ്പം സരിത മഠത്തിൽ. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ഒരു കൂട്ടം ഫെമിനിസ്റ്റുകളുടെ ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശരിക്കുമുള്ള വിജയമാണ്. എന്തായിരുന്നു WCC ഇത്ര കാലം ചെയ്തിരുന്നത് എന്നുള്ളതിന് ഉത്തരമാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സംസാരിച്ചു തുടങ്ങാമെന്ന്. 4 വർഷം മുൻപ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ സെറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സിനിമാ സെറ്റുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഗവൺമെൻറ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ? ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായിരുന്നോ? ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്ന് അതിന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും WCC ആണ് ഹൈക്കോടതിയിൽ കേരളത്തിലെ എല്ലാ ഫിലിം പ്രൊഡക്ഷനിലും IC കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തത്. അതിൻ്റെ ഹർജി കൊടുത്തത്. അതിൻ്റെ തുടർന്ന് അതിൻ്റെ അവസാനം FEFCAയും അമ്മയും ഒന്നും തന്നെ കക്ഷി ചേർന്നില്ല. പക്ഷേ വനിതാ കമ്മീഷൻ കക്ഷി ചേർന്നു അവസാനം. എന്നിട്ട് അത് നടപ്പിലാക്കാനുള്ള പണികൾ ചെയ്തു. ഗവൺമെൻറ് അവസാനം എല്ലാ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് പിന്നെ ഒരു മീറ്റിംഗ് കൂടി, ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ പ്രൊഡക്ഷനിലും IC വേണം എന്നുള്ള തീരുമാനമായി. ഫിലിം ചേംബറാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രൊഡക്ഷൻ്റെ രജിസ്ട്രേഷൻ സമയത്തും ICയുടെ പേരുകളും കൂടി, IC അംഗങ്ങളുടെ പേരുകൾ, ഏത് കമ്മിറ്റിയുടെ ഡീറ്റെയിൽസും കൂടി കൊടുത്താലേ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മാൻഡേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു സിസ്റ്റമാറ്റിക് ചേഞ്ചാണ്. അത് WCCയുടെ ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഹേമ കമ്മിറ്റിയായിട്ട് യഥാർത്ഥത്തിൽ നേരിട്ടുള്ള ബന്ധമില്ല. ഹേമ കമ്മിറ്റി അത് മെൻഷൻ ചെയ്തു പോകുന്നു. കൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ച് പേജുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പബ്ലിക്കിന് അവൈലബിൾ അല്ല. അതല്ലാത്ത പേജുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇതിനുള്ള മറുപടി വേണ്ടേ? ഇതാണ് നമ്മൾ തുടക്കം മുതലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. 4 വർഷവും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പുറത്തേക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ കണ്ടൻ്റ് എല്ലാം ഉണ്ട്, ഈ റിപ്പോർട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വായിച്ച് പഠിച്ച് ഗവൺമെൻറ് അതിനുള്ള ഒരു എന്താണ് മുന്നോട്ട് പോക്കിനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ ഏറ്റവും ക്രൂഷ്യലായുള്ള കാര്യമായിരുന്നു സെക്ഷൽ ഹറാസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം IC എന്തായാലും മാൻഡേറ്റ് ആക്കി കഴിഞ്ഞു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ. പക്ഷെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനുള്ള ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചെക്കിങ് ആവശ്യമുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എല്ലാ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും അതൊരു കടലാസിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അതാത് യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ സ്ഥലങ്ങളിൽ ആർക്കും അറിയണമെന്നില്ല, അങ്ങനെ ഒരു IC ഉണ്ട് എന്നുള്ളത് അറിയണമെന്നില്ല. ആ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും അറിയില്ല എൻ്റെ പേര് കമ്മിറ്റിയിലുണ്ട് എന്നുള്ളത്.
പിന്നെ അതേപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ചും കൂടി വരേണ്ടതുണ്ട്. ഇപ്പോൾ മത്സരകുമാരി പിന്നെ IAS ഈ ഹേമ കമ്മിറ്റിയിലെ ഒരു അംഗമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു റെക്കമെൻഡേഷനായിട്ട് അവർ പറയുന്നുണ്ട് ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പുകൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ആ ഒരു സംഗതി വന്നാൽ മാത്രമേ ഈ IC ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. ഇപ്പം ആർക്കും അറിയില്ല ഈ ICയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ഒരു എപ്പോഴും കലഹിക്കുന്ന ആൾക്കാരെ എപ്പോഴും പറഞ്ഞു വിടുമല്ലോ വർക്കെന്ന്. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്താൽ പിന്നെ അടുത്ത തവണ എനിക്ക് വർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് പലരും പലതും പറയില്ല. പിന്നെ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി എത്രമാത്രം ഉണ്ട്, അതാരാണ് കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ICയിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലൂടെ മാത്രമേ ഇൻഡസ്ട്രിക്ക് മനസ്സിലാവുള്ളൂ. അതിനുള്ള ഒരു ശ്രമം ഗൗരവമായിട്ട് നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഗൗരവമായിട്ടുള്ള തുടർച്ചയായിട്ട് അത് നടക്കേണ്ടതുണ്ട്. എന്നാലേ അവർക്ക് ഇപ്പം എന്തോ WCCയുടെ IC എന്നാണ് പറയണത്, അല്ലാതെ ICക്ക് ഇത്രയും പ്രാധാന്യമുണ്ട്. അത് പക്ഷേ ഇവരുടെ ഇപ്പം ഹേമ കമ്മിറ്റി വന്നപ്പം എന്തെല്ലാം മാറ്റം ഇൻഡസ്ട്രിയിൽ വന്നു എന്ന് അവരൊക്കെ പ്രസ്താവന ഇറക്കുമ്പം ICയെക്കുറിച്ച് ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അവിടെ IC ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അതിലും ഒരു കൂട്ടായ്മ വേണ്ടതുണ്ട്, അതും എഫക്റ്റീവ് ആവേണ്ടതുണ്ട്. ഇതെല്ലാം ഇനി സംഭവിക്കും തന്നെയാണ്. ഞാനെല്ലാം പോസിറ്റീവായിട്ടാട്ടോ കാണുന്നത്. കാരണം ഇവിടെ എത്തിയില്ലേ ഞങ്ങൾ. അപ്പോൾ ഇനി മുന്നോട്ട് പോകും, ഇൻഡസ്ട്രി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. തീർച്ചയായും. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെപ്പോഴും എണീക്കുന്നത് ആരോപണങ്ങളുടെ മുന്നിലേക്കാണ്. ഇപ്പം ഹേമ കമ്മിറ്റി വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഫിഡൻഷ്യൽ ആയിരിക്കുമ്പോഴാണ് ആളുകൾ തുറന്നു പറയാൻ സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ധൈര്യം വരുന്നതെന്നാണ്. പക്ഷെ ഇപ്പം അതല്ലാതെ ഓപ്പണായിട്ട് ആളുകൾ മുഖം മറയ്ക്കാതെ പേര് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോഴും ഒരു എന്താ പറയുക, അവരുടെ സൈഡിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു രാജി ആവശ്യപ്പെടുക പോലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ശരിക്കും ഗവൺമെൻറ് അനാസ്ഥയാണതെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇതിനെ കുറച്ചും കൂടി വേറൊരു രീതിയിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ മീഡിയയും വിളിച്ചിട്ട് ചോദിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇൻഡസ്ട്രിയിലാകെ പ്രശ്നമാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യം, കേരളത്തിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഹേമ കമ്മിറ്റി ഉണ്ടായി. അതിന് പിന്നെ WCCയുടെ ഇനീഷ്യേറ്റീവ് കൊണ്ട് തന്നെയാണെങ്കിൽ പോലും ഗവൺമെൻറ് അതിലൊരു തീരുമാനം എടുത്തു ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡിസിഷനാണ്. ഗവൺമെൻറ് പോലും ഇത്രയും ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഒരു പക്ഷേ ആ സമയത്ത് ആലോചിച്ചിരിക്കാൻ വഴിയില്ല. ഒന്ന് പഠിക്കാം, ഇൻഡസ്ട്രിയെ പഠിക്കാം എന്നേ ആ സമയത്ത് ആലോചിച്ചത്. ഭയങ്കര ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷനായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ ഡിസിഷനാണ്. പക്ഷേ ഇത് വന്ന് കൈ കിട്ടിയപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക ഇത്രയും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അതിലാണെങ്കിൽ ആളുകളുടെ നിറയെ പേരുകളുണ്ടാവും. എല്ലാവരും ഇൻസിഡൻസ് പറയുമ്പം ഒരു ഹെയർ ഡ്രസ്സർ അവളുടെ പ്രശ്നം പറയുമ്പോഴും അവൾ ഒരാളുടെ പേര് പറയും, ഒരു ഡയറക്ടർ പറയുമ്പോഴും വേറൊരാളുടെ പേര്, ഇങ്ങനെ പേരുകൾ പറയാതെ നമുക്കിത് ഇഷ്യൂ മാത്രമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും പേരുകളുള്ള ഒരു കാര്യം എങ്ങനെ പബ്ലിഷ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വന്നിട്ടുണ്ടാവും. ഗവൺമെൻറ്റിന് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പിന്നെ വിവരാവകാശ കമ്മീഷൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു, അതേപോലെ ഹേമ പറഞ്ഞു ഇത് സുപ്രീം കോടതി വെർഡിക്റ്റൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ റൂൾസൊക്കെ വെച്ചിട്ട് മാത്രമേ ഇത് പുറത്തു വിടാവൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു റീസണായിട്ട് അത് സൂക്ഷിച്ചു വെച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ 4 വർഷവും ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവും, ഗൗരവമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുന്ന. അപ്പോൾ ശ്രമിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ ഒറ്റ കാര്യമേ അതിന് ശേഷം സംഭവിച്ചിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കേരള ചലച്ചിത്ര അക്കാദമി ഒരു വർക്ക്ഷോപ്പ് സ്ത്രീകൾക്ക് വേണ്ടി നടത്താനുള്ള തീരുമാനമുണ്ടാവുകയും കുറേ പണികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ
കാര്യമാണ് നടക്കുകയാണെങ്കിൽ. അതായത് എല്ലാ ടെക്നിക്കൽ സൈഡിൽ താല്പര്യമുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു വർക്ക്ഷോപ്പുകൾ, വിവിധ തരം സോളിഡായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ കൊടുത്ത് അവർക്ക് ഇൻഡസ്ട്രിയിൽ ഗൗരവമായിട്ട് ഒരു കുറച്ച് കാലം പണിയെടുക്കാനുള്ള സബ്സിഡി പോലെ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് പോലെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരെ പതുക്കെ ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ള ഒരു വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള അഞ്ജലി മേനോനും കുക്കു പരമേശ്വരനും അവരൊക്കെ പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകിൽ. അങ്ങനെയാണ് അത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നടക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നടന്നുള്ള ഒരു വർക്ക്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വർക്ക്. നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാവുമ്പം തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്കറിയാം, ഹേമ കമ്മിറ്റി പല പല കാരണങ്ങൾ കൊണ്ട് മൂടിവെക്കപ്പെടുകയും പിന്നീട് അതിപ്പം മീഡിയയുടെയൊക്കെ സോളിഡായിട്ടുള്ള ഹെൽപ്പോട് കൂടിയിട്ട് അവരുടെ നിരന്തരമായിട്ടുള്ള അവർ പണിയെടുത്തിട്ട് തന്നെയാണ് അത് പുറത്തേക്ക് വന്നത്. പിന്നീട് WCCയും അവസാനം ഇംപ്ലീഡ് ചെയ്തു, വനിതാ കമ്മീഷൻ ഇംപ്ലീഡ് ചെയ്തു, പിന്നെ ഒരു പ്രൊഡ്യൂസർ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെയും കൂടി മെമ്പറായിട്ടുള്ള ഒരു രഞ്ജിനി എന്ന് പറഞ്ഞുള്ള ആക്ട്രസ് തീരുമാനിച്ചു ഇതൊന്ന് വായിച്ചു നോക്കണം എനിക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പബ്ലിഷ് ചെയ്തു. ഞങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയി കരുതുന്നത് എന്തുകൊണ്ടറിയോ, ഇതിലിപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ച പോലെ ഇത്രയും പേജസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് ഈ പേജസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ വന്നു കഴിഞ്ഞു. ഇനി WCC പറയുന്ന എന്തോ ഒരു എന്താ പറയുക, WCCക്കാരോ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളോ വെറുതെ ഇരുന്ന് ഞങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡിൽ ഇതാ സിനിമ ഇൻഡസ്ട്രിയിൽ, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിന് സഹായകമായി. അപ്പോഴും ഇത് വെറും സെക്ഷൽ ഹരാസ്മെൻ്റ് അല്ല ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൽ ഹരാസ്മെൻറ്റ് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ കൂടുതലായിട്ടും ഉറക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ആ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ചിലപ്പം അവർ പറയും, ആരും മൈൻഡ് ചെയ്യില്ല, ഇൻഡസ്ട്രി അവരെ സ്ലട്ട് ഷെയ്മിങ് നടത്തും, അവർ പിന്നീട് ഇല്ലാതെയാവും. അങ്ങനെയാണ് രേവതിയുടെ കാര്യത്തിൽ. രേവതി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 വർഷം അവളത് വെച്ചിട്ട് ആ പെയിൻ്റിലൂടെ കടന്നു പോയിട്ട് അവൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ അന്ന് അവൾക്ക് ആരും മൈൻഡ് ചെയ്തില്ല. അത് ആ ഒരു പെൺകുട്ടി അവളെ സ്ലട്ട് ഷെയ്മിങ്ങാണ് നടത്തിയത്. അവളെക്കുറിച്ച് മോശമായിട്ടുള്ള കുറേ പോസ്റ്റുകൾ വന്നു. എന്നിട്ട് പിന്നെ അവൾ പാവം മിണ്ടാതിരിക്കുകയില്ല എന്നല്ല, നിവൃത്തിയില്ലാതെ അവൾ പോയി. ഹേമ കമ്മിറ്റി കൊടുത്ത ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്കൊക്കെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നു. ആ ധൈര്യത്തെ നമ്മൾ ഒടിച്ചു കളയേണ്ട ആവശ്യമില്ല. അവരുടെ ധൈര്യം കൊണ്ട് അവർ മുന്നോട്ട് വന്ന് അവർ സംസാരിക്കുകയാണ്. കുറേ സ്ത്രീകൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ മൊഴി കൊടുത്ത സ്ത്രീകൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡിസ്കഷൻ കോടതിയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെൻറ്റിന് മനസ്സിലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ കാര്യങ്ങൾ സ്ത്രീകൾ ഇതാ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇവരെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതിൻ്റെ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവർ പറയുകയാണ് ചെയ്യുന്നത്, അത് ലീഗലായിട്ട് പോകുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. ഇപ്പം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗവൺമെൻറ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുള്ള പത്രക്കുറിപ്പ് ഞങ്ങളും വായിക്കുകയുണ്ടായി. അപ്പം ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ തുറന്നു പറഞ്ഞ സ്ത്രീകൾ കടന്നു പോകുന്ന ട്രോമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അത്ര എളുപ്പമല്ല. ഒന്ന് തുറന്നു പറയുന്ന എളുപ്പമല്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞ സ്ത്രീകൾക്ക് എല്ലാവർക്കും ലീഗലായി പോകണമെന്ന് ആഗ്രഹമുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടല്ല. ലീഗൽ ഫൈറ്റ് എന്ന് പറയുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങളെ സമയം, നിങ്ങളെ അഭിമാനം, ഇതിനെയൊക്കെ ബാധിക്കുന്ന 7 വർഷമായി നമ്മൾ അതിജീവിതം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് WCC ഉണ്ടായത്. അവളോടൊപ്പം നിൽക്കാനാണ് WCC ഉണ്ടായത്. ഇപ്പോഴും അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടിന്യൂസ്ലി ഈ പറയുന്ന മൊഴി തുറന്നു പറഞ്ഞ സ്ത്രീകളെയൊക്കെ വിളിച്ചിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് FIR രജിസ്റ്റർ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇവരിൽ ചിലവർക്കൊന്നും തന്നെ FIR രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അപ്പോൾ അവരുടെ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഇൻറ്റഗ്രിറ്റീനെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്.
അവർ സംസാരിക്കുന്നത്. അവർ മൊഴി നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് സത്യമല്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ശരിയല്ല. അതിലൊരു പ്രോബ്ലമുണ്ട്. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ 5 വർഷം മുന്നെയാണ് ഒരു സംഭവത്തിലോട് ഇൻവോൾവ് ആവുന്നത്. എനിക്കത് പറയാൻ അന്ന് അവസരം കിട്ടിയാൽ പോലും ആരും മൈൻഡ് ചെയ്യില്ല. പറഞ്ഞവർ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്രയും മോശമാക്കിയിട്ടുണ്ട്. അപ്പം മിക്കവാറും സ്ത്രീകളും മിണ്ടാതിരിക്കും. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്ന സാഹചര്യത്തിൽ അവർ വീണ്ടും പറയുവാണ്, 10 വർഷം മുന്നേ അല്ലെങ്കിൽ 5 വർഷം മുന്നേ അല്ലെങ്കിൽ 8 വർഷം മുന്നേ എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതിനുള്ള രേഖകൾ എവിടെയാണ് ഉണ്ടാവുക? എല്ലാവരുടെ കയ്യിലും പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവണമെന്നില്ലല്ലോ ഇവർക്ക് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ളൊരു വഴിയല്ല. ഞങ്ങൾ നോക്കുന്നത് ഗവൺമെൻറ് ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്നുള്ളത് അറിയാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. അത് ഒരു ഭാഗത്ത്. ഈ അതിജീവിതകളെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴി കൊടുത്ത ഇരകൾ എന്ന് സോക്കോൾ ഇൻ കോർട്ട് പറയുന്ന എല്ലാവരുടെയും കേസിൻ്റെ കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊരു വലിയ കൺസേൺ ആണ്. അവരുടെ മെൻ്റൽ ട്രോമയ്ക്കൊപ്പം നിൽക്കാൻ അവർക്ക് ആരാ കൂടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് പരിചയമുള്ള 1-2 പേരേ ഉണ്ടാവുള്ളൂ. പരിചയമില്ലാത്തവരാ വലിയൊരു പങ്കുണ്ട് WCCയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകും? പിന്നെ എന്താ വെച്ചാൽ അതിൽ ആ ലീഗൽ ഫൈറ്റിൽ അവർ തോറ്റു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും വരും അല്ലേ? കാരണം കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഈ സ്ത്രീകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ പറഞ്ഞ സ്ത്രീകളൊക്കെ ഞാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കും. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല ഇങ്ങനെ പറയാനും അതേപോലെ തന്നെ ലീഗൽ ഫൈറ്റ് നടത്താനും. എനിക്കത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം നെഞ്ചിന്ന് ഇങ്ങനെ ഷിവർ ചെയ്യും. കാരണം എങ്ങനെയാണ് ഇവരിത് ഞാനിങ്ങനെ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ രാത്രി പോയിട്ട് ഡോക്ടറിൻ്റെ ഈ മെഡിക്കൽ ചെക്കപ്പിനും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാകാനൊക്കെ അവരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൊളീഗ്സ് എല്ലാം പല ഘട്ടങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. ആ ട്രോമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ. അപ്പം അതാണ് ഞങ്ങളെ ഇപ്പം ഏറ്റവും വറീഡ് ആക്കുന്നത്. അതൊരു ഭാഗത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് ഡീൽ ചെയ്യാൻ പോകുന്നത്? ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ആരാണ് അഡ്രസ്സ് ചെയ്യുക? എങ്ങനെയാണ്? അപ്പോൾ താങ്ക്ഫുള്ളി ഒരു ഫെമിനിസ്റ്റ് ലോയേഴ്സ് ടീം അവരിവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരെ ഫീസൊന്നുമില്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. അപ്പം പല സ്ഥലത്തുനിന്ന് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും അല്ല സ്ത്രീകളുടെ കൂട്ടായ്മകളും മഹിളാ അസോസിയേഷൻ അടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയൽ സപ്പോർട്ട് വേണ്ടത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ മൊഴി കൊടുത്ത സ്ത്രീകളുടെ ബാക്കിയുള്ള ജീവിതം എങ്ങനെ എന്നുള്ളതും അവരുടെ ലീഗൽ ഫൈറ്റ് എങ്ങനെയുള്ളത് എന്നുള്ളത് നോക്കുക എന്നുള്ളത്. രണ്ടാമത്, ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സെക്ഷൽ ഹറാസ്മെൻ്റ് അല്ല ഉള്ളത്. ഇൻഡസ്ട്രിയിൽ സിസ്റ്റമാറ്റിക് ചേഞ്ചസ് കൊണ്ടുവരാനുള്ള കുറേ പണികൾ പറയുന്നുണ്ട്. അതിന് മുകളിലുള്ള ഡിസ്കഷൻസ് ഇൻഡസ്ട്രി മൊത്തത്തിലിരുന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടല്ല. നമ്മളിവിടെ കുറ്റപ്പെടുത്താനല്ല ഈ പണിയെടുത്തത്. നമ്മൾ ഒന്നിച്ചിരുന്ന് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം. ഇനി ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണല്ലോ ഈ സ്ത്രീകളെന്ന് പറയുന്നത്. അവരാരും മോശം മനുഷ്യരല്ല. നോ എന്ന് പറയാൻ പറ്റാത്തത് ഒരു പല സ്ത്രീകളും പറയുന്നത് ഞാൻ നോ എന്ന് പറയും, വേറെ ജോലി എടുത്താലും ഞാൻ ഇവിടെ സർവൈവ് ചെയ്യും. വെരി ഗുഡ്. അങ്ങനെ പറയാൻ പറ്റുന്ന സ്ത്രീകളോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആരാധനയും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അവരെ കുറിച്ച് ആലോചിക്കുമ്പം. പക്ഷേ എല്ലാ പെൺകുട്ടികളും നോ പറയാൻ പറ്റുന്നവരല്ല. അങ്ങനെയല്ല നമ്മൾ കേരളത്തിലെ സ്ത്രീകളെ വളർത്തിയിട്ടുള്ളത്. സ്ത്രീകളൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് വളരുന്ന കുറേ പെൺകുട്ടികളുണ്ട്, ഇപ്പോൾ പ്രത്യേകിച്ചുമുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. കാരണം കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് സ്ട്രെങ്ത്ത് കൊടുക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഭയങ്കരമായിട്ട് നമ്മളെ അടിച്ചമർത്തുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വളരുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല നോ എന്ന് പറയാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്, ഭയങ്കര പാഷനേറ്റായിട്ട് വരുന്ന, എങ്ങനെയെങ്കിലും ഇതിൽ പണിയെടുക്കണം എന്ന് വിചാരിക്കുന്നതാണ്. അവർക്കിപ്പം ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന ആളാണ് ശാരദാമ്മയുടെ ഇതിൽ റെക്കമെൻഡേഷനിൽ പറയുന്ന ഒരു കാര്യം, കാസ്റ്റിംഗ് കൗച്ച് പണ്ട് മുതലേ ഉണ്ട്. അവർ ഭയങ്കര കോൺട്രഡിക്റ്റീവായിട്ടാണ് ഇതിൽ സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് അവർ പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് വളരെ എത്രയോ കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യമാണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കാര്യമായിട്ട് അവർ പറയുന്നത് മോശം വസ്ത്രങ്ങളൊക്കെ ധരിക്കാതിരിക്കണം എന്നും പറയുന്നുണ്ട്. അവരവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവും അവരുടെ ചിന്തയ്ക്കും അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവരൊരു കാര്യത്തിനെ വിലയിരുത്തുന്നത്. അപ്പം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൽ കുറേ ലൂപ്പ് ഹോൾസുകൾ ഉണ്ടാവും. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് സിസ്റ്റമാറ്റിക് ചേഞ്ചസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ചിട്ട്, അതേപോലെ തന്നെ കോൺഷ്യസ്നസ്സിന് ചേഞ്ച് കൊണ്ടുവരുന്നതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ചിലതൊക്കെ പോളിസീൻ്റെ ഡിസിഷനായിട്ട് വരേണ്ടതുണ്ട്. അതിനുള്ള പണിക്ക് ഇതുവരെ ഒരു ഇനീഷ്യേറ്റീവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. WCCയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, കണ്ടിന്യൂസ്ലി ഇതിരുന്ന് ഞങ്ങൾ പല ഗ്രൂപ്പുകളായിരുന്ന് വായിക്കുകയും ഞങ്ങൾ തന്നെ പഠിച്ച ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതും ഇതും കൂടി വെച്ച് പഠിക്കുക. അതേപോലെ വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ഒരു പഠനമല്ല, ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട് അവർ. അത് ഓൺലൈൻ വർക്ക്ഷോപ്പായിരുന്നു കോവിഡിൻ്റെയൊക്കെ സമയത്ത്. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് നമ്മളിത് എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ചില കാര്യങ്ങൾക്ക് സിസ്റ്റം ഉണ്ട് ഇവിടെ, പക്ഷെ അത് നടപ്പിലാക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ വിഷനറി ആയിട്ടുള്ള ചില ഡിസിഷൻസ് ഇതിലെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 1 lakh rupees മുകളിലുള്ളവർക്കെല്ലാം മുദ്രക്കടലാസിൽ ഒപ്പിടണം, കോൺട്രാക്ട് സൈൻ ചെയ്യണം. അതിന് താഴെയുള്ളവരൊക്കെ തന്നെ ലെറ്റർ പാഡിൽ സൈൻ ചെയ്യണം. ഏതൊരു ഭയങ്കര അവർ പല ഇപ്പം ഒരു ഡിസിഷനിലേക്കും അതേപോലെ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവുക കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കുമല്ലോ അവരെത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ആരും നോക്കുന്നില്ല. ഇത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ഷനിൽ മാക്സിമം 5 പേര് ചിലപ്പം ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ടോ, പ്രധാനപ്പെട്ട 5 പേര്. പക്ഷേ 5 പേരല്ലല്ലോ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക, ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി അല്ല പ്രൊഡക്ഷനിലുണ്ടാവുക. ഒരു സിനിമയുടെ പ്രൊഡക്ഷനിൽ 5 പേരല്ല ഉണ്ടാവുക, കുറേ ആർട്ടിസ്റ്റ്. അപ്പോൾ അവരുടെയൊക്കെ കോൺട്രാക്റ്റ് എവിടെ എന്ന് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ചോദിക്കേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നില്ല. അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അപ്പം നിങ്ങളടുത്ത് വിളിച്ച് ഡേറ്റ് പറയുന്നു, നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് നിങ്ങൾക്കൊരു കൃത്യം ഒരു പേയ്മെൻറ്റ് ഒരു ആർട്ടിസ്റ്റിന് ഇന്ന പേയ്മെൻറ്റാന്നുള്ളതില്ല. നമ്മൾ ഓരോ പ്രൊഡക്ഷൻ അനുസരിച്ചും നമ്മളെ പേയ്മെൻറ്റ് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ ഉള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാർഗെയിനിങ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്ഷന് പോകുന്നത്. 5 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ 8 ദിവസമായി എന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസമായി വരും. അപ്പോഴും പൈസയിലൊന്നും വലിയ വ്യത്യാസമൊന്നും ആരും വരുത്തില്ല. അതൊന്നും പറയാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. എല്ലായിടത്തും അല്ല, ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. വലിയൊരു പങ്കും ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഈ 5 ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതിനിടയ്ക്ക് വേറെ വർക്കുകൾ വരുന്നുണ്ടാവും, നമുക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയില്ലായ്മ, സിസ്റ്റം ഇല്ലായ്മ നല്ലോണം ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അതിനെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഇരുന്ന് ആലോചിച്ച് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കോൺട്രാക്റ്റ് എല്ലാവരും കൂടി സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് ഞാൻ നേരത്തെ പലയിടത്തും പറയുകയുണ്ടായി. നമ്മുടെ ഡോൺ പാലത്തറയുടെ ഫാമിലി എന്നുള്ള പടം ഞാൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് കൃത്യമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും, എനിക്ക് തോന്നുന്നു എല്ലാ മെമ്പേഴ്സിനും, അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനും പ്രോപ്പർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊഡക്ഷൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ അവർ വളരെ ഗൗരവമായിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം പേയ്മെൻറ്റുകൾ തന്നു. ഈവൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് വളരെ മുമ്പ് തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതേ ഞാൻ തന്നെ ഒരു പ്രൊഡക്ഷന് പോയിട്ട് ഇടുക്കിയിൽ കുറേ ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് രാത്രി 12 മണിക്ക് എത്തുക. ഞാനും വേറെ 2 പെൺകുട്ടികളുണ്ട്. താമസിക്കാനുള്ള സ്ഥലം ഏതോ ഒരു വീട്ടിൻ്റെ മുന്നിലാണ് വണ്ടി കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഈ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിറങ്ങി നോക്കൂ നല്ലതാണോ എന്നുള്ളത്. അപ്പോൾ അവർ വന്നിട്ട് കൊണ്ട്, ചേച്ചി ഒരു വല്ലാത്ത സെറ്റപ്പാണ്, അതായത് ഒരു വീടിൻ്റെ പണി നടക്കുവാണ്, അതിൻ്റെ മുകളിൽ അവരൊരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ ഞാൻ തിരിച്ച് ഈ വണ്ടിയിൽ തന്നെ പോവുകയാണ്, അതിനുള്ള പേയ്മെൻറ്റ് ഞാൻ ചെയ്തോളാം, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് ഇൻഡസ്ട്രിയിൽ.
നിങ്ങൾ രാവിലെ 6 മണിക്ക് നിങ്ങളെ സെറ്റിലേക്ക് കൊണ്ടുപോവാണ് വേറൊരു പ്രൊഡക്ഷനിൽ. 6 മണിക്ക് കൊണ്ടുപോയിട്ട് വൈകുന്നേരം നിങ്ങൾ മേക്കപ്പ് കിട്ടു കഴിഞ്ഞു, അപ്പോഴേ ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു 10 മണിയോട് കൂടി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് 6 മണിക്കായിരിക്കും വൈകുന്നേരം. പിന്നെ അങ്ങോട്ട് പ്രൊഡക്ഷൻ നമ്മുടെ വർക്കുകൾ തുടങ്ങാം. പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് നമ്മളടുത്ത് പറയും ഒരു ഷോട്ടും കൂടി ഉണ്ട്, ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരണേന്ന്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ പണിയെടുക്കുന്നത്? അപ്പം എനിക്കറിയാം, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് വർക്കുകൾ ഇല്ലാതെയാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു വഴക്കാളിയാണെന്നോ ഞാൻ അങ്ങനെ ഒരു സെറ്റിലും പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളല്ല. പക്ഷെ ചില ജെനുവിനായിട്ടുള്ള കൺസേൺസ് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വളരെ മര്യാദയായിട്ട് തന്നെ പോയിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ കുറച്ച് മുന്നേ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കോസ്റ്റ്യൂം, ഞാൻ നേരത്തെ ഇട്ട കോസ്റ്റ്യൂമിലാണ് ആ ഒരു ഫോൺ കട്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതും കൂടി ചെയ്തിട്ട് നമുക്ക് മറ്റതിലേക്ക് പോവാം. കാരണം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനൊന്നും പ്രോപ്പർ സ്ഥലമില്ല അവിടെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മുറിയിലൊക്കെ പോയി എങ്ങനെയൊക്കെയോ ചേഞ്ച് ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഈ ഷോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ വീണ്ടും പഴയതിലേക്ക് തന്നെ ചേഞ്ച് ചെയ്തിട്ടാണ് എന്നോട് കോസ്റ്റ്യൂം മാറ്റിയിട്ട് വേണം അടുത്ത ഷോട്ടിന് വരാൻ വേണ്ടി. ഇതൊക്കെ നമ്മൾ ചെയ്യും. അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും അതിൻ്റെ രീതികളും അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് പണിയെടുക്കുന്നത് നമുക്ക് തോന്നി, അത്രയും ജെനുവിനാന്ന് നമുക്ക് തോന്നിയാൽ നമ്മളിതൊക്കെ ചെയ്യും. ഇതിനേക്കാളും കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കും. പക്ഷെ ചില സമയത്ത് അനാസ്ഥ കൊണ്ടും അവരുടെ കഴിവില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ പണിയെടുപ്പിക്കും. അത് ശരിയല്ല. നമ്മുടെ മുഖമൊക്കെ ആക്ടേഴ്സിന് നമുക്കുള്ള മുഖമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഫേസ് ഭയങ്കര വീക്കാവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭയങ്കര ടയേർഡാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അത്രയും നേരം പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക്. എല്ലാവരും ഉറക്കത്തിലായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുന്ന തട്ടി വിളിച്ചിട്ടായിരിക്കും നമ്മൾ പോയിട്ട് ഷോട്ടിന് പോകുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ പരിഹരിക്കാൻ പറ്റും. ഇങ്ങനെ പണിയെടുക്കണം എന്നൊന്നുമില്ല. ഇതല്ലേ സിനിമ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ പണിയെടുക്കേണ്ടി വരില്ലേ, നിങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങൾ പണിയെടുക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും തിരിച്ച് പറയുന്നുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് വരുന്നവർ ഇതൊക്കെ ആയിരിക്കും പറയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയണത്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ചസ് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു പണിയും ഇങ്ങനെയല്ല എടുക്കേണ്ടത്, നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഇതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിലല്ല ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവിൽ സ്ത്രീകൾക്ക് എൻട്രി ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ത്രീകളെ തലയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കുടുംബത്തിന്. അപ്പം നമ്മൾ വീട് തലയിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലായിടത്തേക്കും പോണത്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള ഷെഡ്യൂളിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ആ ഷെഡ്യൂൾ ടൈമിങ്ങിൽ ഒരു ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടെ അമ്മയിലെ എല്ലാവരും രാജിവെച്ച് മാറുകയാണ് ഉണ്ടായത്. റെസ്പോൺസിബിളായി ഉത്തരം പറയേണ്ട ആളുകളാണ്. ഏറ്റവും പ്രസിദ്ധിയുള്ള സംഘടനയാണ് സിനിമാ മേഖലയിൽ. പക്ഷെ അവരൊന്നും തന്നെ ഉത്തരം പറയാതെ പോവുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്? നമുക്ക് 2 രീതിയിൽ ഒരു കാര്യത്തിന് ഇടപെടാം. ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മുടെ മുന്നിലേക്ക് വരുന്നു, നമ്മളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തതിൽ ഒരു ശരി കേട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം സിദ്ദിഖ് വളരെ നൈവായിട്ട് ഇതുവരെ അമ്മയിൽ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല, ഇവിടുത്തെ എല്ലാ സിസ്റ്റവും പെർഫെക്റ്റ് ആണ്, ഈ ഹേമ കമ്മിറ്റി വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നായിരുന്നു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഓർഗനൈസേഷനും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തു. അതിലുള്ള എല്ലാ സ്ത്രീവിരുദ്ധമായുള്ള കാര്യങ്ങൾക്കും എതിരെ നിയമപരമായും കോടതിയിലും ലീഗലായിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും സത്യസന്ധമായിട്ട് ആലോചിച്ചില്ല നമ്മുടെ അടുത്ത് വല്ല കംപ്ലയിൻറ്റും നമ്മുടെ മെമ്പേഴ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സ്ത്രീകളോ വല്ല നമ്മുടെ മെമ്പേഴ്സിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ടോ? പരസ്പരം എന്താ പറയുക, മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? കംപ്ലയിൻറ്റുകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനെ എന്തെങ്കിലും ക്രോഡീകരിച്ചിട്ടുണ്ടോ? എപ്പോഴും സ്നബ് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കറിയാം, ആദ്യം കുറ്റാരോപിതനെ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു തീരുമാനം എടുക്കാൻ. അവസാനം അയാൾ സ്വയം രാജിവെച്ച് പോവുക ചെയ്തത്. അപ്പോഴും അയാളെ പറഞ്ഞു വിടുക എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ വേറൊരു ഓർഗനൈസേഷനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേ അത് നേരിടുകയല്ലേ വേണ്ടത്.
ഒരു ഓർഗനൈസേഷൻ, അവിടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേ മനുഷ്യരുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുന്ന, അതിനൊരു ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന കുറേ മനുഷ്യരുണ്ട്. എന്തിനെങ്ങനെ എല്ലാവരും കൂടി രാജിവെച്ച് പോയത്? രാജിവെക്കേണ്ടവർ രാജിവെക്കട്ടെ, കുറ്റാരോപിതരായുള്ള ആളുകൾ രാജിവെക്കട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്ട്രോങ് ആയി നിന്ന് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ വേണ്ടത്, ആ സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ വേണ്ടത്. ഇപ്പോൾ അഡ്ഹോക്കായി 2 മാസം വർക്ക് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ജനറൽ ബോഡി കൂടും, ഞങ്ങൾ വീണ്ടും സംഘടനയിൽ വരും എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇതേ സംഘം തന്നെ വീണ്ടും വരുമായിരിക്കും. ഇത് ചിലപ്പോൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവായിരിക്കും. അപ്പം ഞാനിതിന് 2 രീതി കാണുന്നുണ്ട്. ഒന്ന്, ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല അവർ ചെയ്തത്, അതൊരു ഭയങ്കര ഒരു പേടിച്ചോടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്, ഇത് ഒരു പുതിയ മാറ്റത്തിനുള്ള തുടക്കമായിരിക്കാം ഒരു പക്ഷേ. അങ്ങനെയും കാണാമല്ലോ നമുക്ക് കാര്യങ്ങളെ. ഇതേ കാര്യമാണ് ബീന പോളിൻ്റെ കാര്യത്തിലും അവർ ചെയ്തത്. ബീന പോൾ എത്ര വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന ആളാണ്. അവർക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ് FFKയിൽ, തുടക്കം മുതലേ മെമ്പർഷിപ്പുള്ള, പുതിയ കാര്യമല്ല. അവർ ലെവിയൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്ന ആളാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, മെഡിക്കൽ ഇത് കിട്ടുന്നു എന്നുള്ളതൊക്കെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെടുത്ത് നമ്മൾ എന്തിനാ ഇത്തരം കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നത്? കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മൊത്തം ഓഫീസേഴ്സും അവിടുത്തെ MDമാരും മാറി മാറി വരുന്ന MDമാരും ഷാജി N. കരുണും ഈ കുട്ടികളുടെ ലൈഫിനെ എത്ര പെയിൻഫുള്ളാക്കി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ അവർ പരസ്പരം ഗവൺമെൻറ്റിലേക്ക് ഇദ്ദേഹത്തിനെതിരെയും അതേപോലെ ഈ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കും അയച്ചിട്ടുള്ള കത്തുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.